ഹലോ എവറി വൺ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ നമ്മളുടെ വീഡിയോസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ്. സാധാരണ നമ്മളുടെ ചാനലിൽ പഠിപ്പിക്കുന്ന വീഡിയോസാണ് ഞങ്ങൾ ഇടാറുള്ളത് യൂഷ്വലി. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡാൻസ് അപാരതയെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 പേര് അഡീഷണൽ ആയിട്ടുണ്ട്. സോ ബാക്കി അവർ പറയുന്നതായിരിക്കും. കോളേജിലെ സിസ്റ്ററിൻ്റെ ഫീസിൻ്റെ ഭാഗമായിട്ടാണ് ടീച്ചേഴ്സിൻ്റെ ഒരു പരിപാടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ച് ഡാൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഡാൻസ് അങ്ങനെ ചെയ്യാനായിട്ടൊരു പ്ലാൻ ചെയ്താണ്. ഞങ്ങളെ സംബന്ധിച്ചത് വളരെ ടാസ്ക് ആയിരുന്നു. കാരണം ഞങ്ങൾ ടീച്ചേഴ്സ് ആരും പ്രൊഫഷണലി ഡാൻസ് പഠിച്ചിട്ടില്ല. അപ്പോൾ വളരെ പറയുകയാണെങ്കിൽ കോമഡി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേർക്ക് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ചെറിയൊരു ഡാൻസ് ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം. എൻജോയ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. ആക്ച്വലി ആരും ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ഡാൻസ് പെർഫോമൻസ് അതും വളരെ കുറഞ്ഞ സമയത്തുള്ള ആകെ കൂടെ ഒരു 3-4 ദിവസമാണ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയത്. അതും ക്ലാസ്സിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രീ അവർ ഉള്ള സമയത്തൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതെ, പ്രാക്ടീസ് ഒരു തവണ പോലും ചെയ്തിട്ടില്ല. നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ്. അതെ, അപ്പോൾ ഞങ്ങൾ 6 പേരാണ് ഡാൻസിനുണ്ടായിരുന്നത്. അവർ ഓരോരുത്തരായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചെസ് നമ്പർ 1, 2, 3, 4 ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് പറ്റുന്ന സ്റ്റെപ്പുകളൊക്കെ എടുത്ത് ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്. ആക്ച്വലി ഭയങ്കര കോമഡി ആയിരുന്നു. എക്സാക്ട്ലി, അത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര കോമഡി ആയിരുന്നു. ശരിക്കും ഇത്രയും എൻജോയ് ചെയ്ത് ഞങ്ങളൊരു ഡാൻസ് പഠിക്കാൻ പറ്റും തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലോ. അത്രയും ചിരിച്ച് കളിച്ചിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു വരുന്നതായിരിക്കും. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും കുറേ അപാരതകൾ വരുന്നതായിരിക്കും. ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിൻ്റെ കുറേ ഫണ്ണി മൂമെൻറ്റ്സും അതുപോലെ ഞങ്ങളെ ട്രോളാൻ ഞങ്ങൾക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ഇതിൽ 6 പേരാണ് ഞങ്ങൾ ഡാൻസിന് വേണ്ടി ഉണ്ടായിരുന്നത്. ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു. കുറച്ചൊരു പാട്ട്, ഒരു മിസ് സോളോ ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി കുറച്ച് ടീച്ചേഴ്സിന് വേറെ ഇൻചാർജുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. സോ ആ രീതിക്ക് അവർക്ക് അതിൻ്റെ തന്നെ കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. സോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഡാൻസ് കളിച്ച ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തരാം. സോ ചെസ് നമ്പർ 1 വിസ്മയ. സോ ഇതാണ് വിസ്മയ. ഞാൻ വിസു എന്നാണ് വിളിക്കാറുള്ളത്. മലയാളം ടീച്ചറാണ് നമ്മളുടെ കോളേജിൽ. ഞങ്ങൾ ആരും തന്നെ പൊതുവേ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസൊക്കെ കളിക്കും, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിറയെ സമയം വേണം എനിക്ക് പഠിക്കാൻ എന്നാണ് നോർമലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സമയം എടുത്ത് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ 3-4 ദിവസം കൊണ്ട് ടാസ്ക് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. പക്ഷേ അത് സ്റ്റെപ്പെല്ലാം പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം വേണമെങ്കിൽ. അതെ, ഇനി ചെസ് നമ്പർ 2 ആണ് ഗ്രീഷ്മ മിസ്. ഓക്കെ, ഇവിടെ ഞാൻ യൂഷ്വലി ഗ്രീഷു എന്നാണ് വിളിക്കാറുള്ളത്. കാണുന്നുണ്ടെങ്കിൽ 2 കുട്ടികളുടെ അമ്മയാണ്. മാത്സ് ആണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. സോ ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ബാക്കിയുള്ളവരെയൊക്കെ പഠിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ആദ്യം പഠിക്കാൻ കുറച്ച് പാടുപെട്ടു. 2 പേര് ഡാൻസ് അറിയാത്ത കുറേ പേരെ പഠിപ്പിക്കുക. അതെ, ഡാൻസ് അറിയാത്ത കുറേ പേരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി. പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ മാനേജ് ചെയ്തു എന്ന് വേണം പറയാൻ. കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉണ്ടാക്കി എങ്ങനെയൊക്കെയോ ആദ്യം ഞങ്ങൾ പഠിക്കണമല്ലോ, എന്നാലേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ആ പഠിക്കൽ തന്നെ വളരെ കോമഡി ആയിരുന്നു. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഇവൾക്ക് കിട്ടും, അടുത്ത സ്റ്റെപ്പ് എനിക്ക് കിട്ടൂല, എനിക്ക് കിട്ടുന്ന സ്റ്റെപ്പ് അവൾക്ക് കിട്ടൂല, അങ്ങനെയായിരുന്നു. സോ നമ്മളുടെ ചെസ് നമ്പർ 3 ആണ് ഹേമലത മിസ്. ഹേമലത മിസ്സിൻ്റെ സബ്ജക്റ്റ് ഹിന്ദിയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഹേമമ്മ എന്നാണ് വിളിക്കാറുള്ളത്. ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അമ്മ സ്ഥാനത്താണ് ഹേമമ്മ നിൽക്കുന്നത്. ഈ ഒരു ഇതിലും ഞാൻ കളിക്കാം, നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് കളിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഫുൾ വന്നത് ഹേമമ്മയാണ്. ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ, എനർജി അപാരമാണ്. ഞങ്ങളുടെ കൊറിയോഗ്രാഫറാണ് ഈ നിൽക്കണത്. ഞങ്ങളെ എങ്ങനെ ഡാൻസ് പഠിപ്പിച്ചു എന്ന് അവൾക്ക് മാത്രം അറിയുള്ളൂ. ആദ്യമായി ക്ലാസിക്കൽ ഡാൻസ് എന്തെന്ന് പഠിപ്പിച്ച മിസ്സാണിത്. ഞങ്ങളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും പറ്റും എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മിസ്സാണിത്. ഒരു കോമഡി ഡാൻസ് ആയിരുന്നു എന്ന് പറയാം ചുരുക്കത്തിൽ. 2 ഫ്യൂഷനും ഒരു കൺഫ്യൂഷനും കൂടി ചേർത്തൊരു ഡാൻസായി പോയി. അതെ, ഡാൻസ് ആയിരുന്നു ഞങ്ങളുടേത്. ഫുള്ള് കൺഫ്യൂഷൻ ആവാണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതെ, പിന്നെ മാർഗം കളിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും അത്ര ഉണ്ടായില്ല. പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് ഞങ്ങൾ പരിചയമില്ലാത്തവരെ പരിചയപ്പെടുത്തുന്ന ഒരു മിസ്സാണ്. ഓക്കെ, താങ്ക് യു അമ്മ. ഹേമ ആക്ച്വലി ഈ ഒരു ഏജിലും നമ്മളെ കൊണ്ട് പറ്റും, അങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നും പറയില്ല. എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യാലോ, നമുക്ക് ചെയ്യാം, വാ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളാണ്. ഇത്ര നേരം ക്യാമറ പിടിച്ചുകൊണ്ട് നിന്നത് ഹേമമ്മയാണ് കേട്ടോ. ഓക്കെ, സോ ചെസ് നമ്പർ 4 ആണ് ദമയന്തി മിസ്. വെരി മിസ്.
ഇതാണ് ഞങ്ങളുടെ ദമയന്തി മിസ്. ഇതും ഞങ്ങൾക്ക് ഹേമമനെ പോലെ തന്നെ ഒരു അമ്മയായിട്ടുള്ള ഒരു മിസ്സാണ് ദമയന്തി മിസ് എന്ന് പറയുന്നത്. സോ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാടിക്കയറി ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു നിന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ കോർഡിനേറ്ററാണ്, ടീച്ചേഴ്സിൻ്റെ കോർഡിനേറ്ററും കൂടിയാണ് ദമയന്തി മിസ്. ഹിമയാണ് ഞങ്ങളുടെ കോറിയോഗ്രാഫർ. കാരണം ഞങ്ങൾക്ക് ഡാൻസിൻ്റെ ABCD പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഹിമയുടെ മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങളിതിലേക്ക് വന്നത്. വളരെയധികം ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പും വളരെ ബുദ്ധിമുട്ടിയാണ് പഠിച്ചത്. ആൾക്ക് സിമ്പിളാണ്, പക്ഷേ ഞങ്ങൾക്ക് ഒന്നും അറിയാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ പഠിച്ചത്. പിന്നെ അപ്പോൾ ഹിമയുടെ ആ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഡാൻസ് ഞങ്ങൾ പെർഫോം ചെയ്യുന്നത്. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഡാൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഹിമയുടെ ഒരു എൻകറേജ്മെൻറ്റും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. അത് ശരിക്കും ഞങ്ങൾക്ക് ജീവിതത്തിൽ മെമ്മറബിളായ ഒരു മൊമെൻ്റാണ്. കാരണം ഓഡിയൻസ് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊരു ടീച്ചേഴ്സ് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ നല്ല സപ്പോർട്ടും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണക്കാരിയായത് ശരിക്കും ഹിമയാണ്. ഈ സ്റ്റെപ്പുകൾ മുഴുവനും ഹിമയാണ്. ഗ്രീഷ്മ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹിമയും. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് സിമ്പിൾ സ്റ്റെപ്പ് മതി, കാരണം ഞങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ കളിച്ച് അങ്ങനെ ഒപ്പിച്ചു. സമയം കിട്ടിയില്ല പ്രാക്ടീസിന്, അതായിരുന്നു മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. എങ്കിലും ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഒക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു. ഇനി ചെസ് നമ്പർ 5 ആണ് ദീപ മിസ്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ദീപ മിസ് ലീവാണ്. അതുകൊണ്ട് ദീപ മിസ്സിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അതാണ് ഞങ്ങളുടെ ദീപ മിസ്. ദീപ മിസ്സാണ് ഈ ടീച്ചേഴ്സിൻ്റെ പെർഫോമൻസ് എന്നൊരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ദീപ മിസ്സാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം. അതിനുശേഷമാണ് ദമയന്തി മിസ് കൂടെ അതിനെ കൂടെ ചേർന്ന് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ അപാരതകളെല്ലാം സൃഷ്ടിച്ചത്. സോ ദീപ മിസ് ഉണ്ട്. ദെൻ ചെസ് നമ്പർ 6 ഞാൻ തന്നെ. സോ എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കൊമേഴ്സ് ടീച്ചറാണ്. ദമയന്തി മിസ് ഹിസ്റ്ററിയാണ് ഡിപ്പാർട്ട്മെൻറ്റ്, ദീപ മിസ് കൊമേഴ്സാണ്, ഞാനും കൊമേഴ്സാണ്. സോ എന്നെക്കുറിച്ച് ഇത്ര നേരം എന്തായാലും ദമയന്തി മിസ് കുറേ പൊക്കി പറഞ്ഞതുകൊണ്ട് ഇനി ഞാനായിട്ട് പൊക്കണം എന്നില്ലല്ലോ. സോ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രാക്ടീസ് സെഷൻസ് കണ്ടാലോ? ഓക്കെ, ഈ സെക്ഷനിൽ ഞങ്ങളുടെ തന്നെ കുറച്ച് വീഡിയോസ് കണ്ട് ഞങ്ങളെ തന്നെ വിലയിരുത്താൻ പോകുന്ന ഒരു വീഡിയോ ഹിസ്റ്ററി ടീച്ചർ വിലയിരുത്താൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങളുടെ പ്രാക്ടീസിൻ്റെ ടൈമിൽ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഇടയിലിടയിൽ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ തന്നെ ഞങ്ങളെ കണ്ട് ചിരിക്കാൻ പോവുകയാണ് ഗൈസ്. ആക്ച്വലി അതെ അതെ, അതിൻ്റെ വീഡിയോസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഇതാണ്, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ആക്ച്വലി നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഞങ്ങൾ കാര്യമായി എന്തോ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കാര്യമായി എന്തോ പഠിക്കുകയാണെന്നൊക്കെ തോന്നും. പക്ഷേ അല്ല ഗൈസ്, ഞങ്ങളുടെ ഡാൻസിൻ്റെ പൊസിഷൻസ് എങ്ങനെയൊക്കെ നമ്മൾ നിൽക്കണം, ഇങ്ങനെ നീളത്തിലാകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ്. ഹേമ എനിക്ക് പറഞ്ഞതാണ്, ഇപ്പുറത്ത് ഇവർ നിന്നാൽ മതി, അപ്പുറത്ത് ഇവർ നിന്നാലേ കൂട്ടിമുട്ടാതെ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ പൊസിഷൻസാണ് ഇവിടെ ആക്ച്വലി നമ്മൾ വരച്ച് ഫസ്റ്റ് ലെറ്റേഴ്സാണ്. അതെ, DE എന്ന് പറയുന്നത് ദീപ മിസ്, A for Damayanti Miss, H for Hima, HA for Hemalata Miss, G for Grishma, G for Grishma, V for Vismaya. അതെ. സോ ആ രീതിയിലാണ് ഞങ്ങൾ കാര്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഈ വീഡിയോയിൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബോർഡിലൊക്കെ എഴുതി പഠിച്ചിട്ടാണ് ഗൈസ് ഞങ്ങൾ ഡാൻസ് പഠിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ അവസാനം ഞാൻ അങ്ങനെ പൊസിഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടിട്ട് ആരും പേടിക്കണ്ട. എങ്ങനെയാണ് നമ്മൾ അവസാനം നിൽക്കേണ്ടത്, ഇവരിങ്ങനെ നിൽക്കണം, നിങ്ങൾ ഇങ്ങനെ നിന്നാൽ മതി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് അതെ, അപ്പോൾ അവിടെ ഒരാൾ ചെയ്തും കൂടെ നോക്കുന്നുണ്ട്, ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആക്ച്വലി അതാണ് ഇവിടെ നടന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രാക്ടീസിൻ്റെ വീഡിയോസ് തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ഞങ്ങൾ ആകെ ഒരു 3-4 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഈ പ്രാക്ടീസ് വീഡിയോസിൽ ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങൾ 6 പേരെയും ഒരുമിച്ച് കാണാൻ സാധിക്കുകയില്ല ഗൈസ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമയത്ത് ക്ലാസ് ഉണ്ടായിരുന്നു. ഫ്രീ അവർ കിട്ടുന്ന സമയത്ത് നമ്മൾ 1-2 പേര് അതെ അങ്ങനെ ആ രീതിക്ക് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പകുതി സമയത്തും ദമയന്തി മിസ് ഞാൻ കൂടെ ഒരുമിച്ച് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരുണ്ടാവില്ല. അതൊക്കെയാണ്. ഇത് നെക്സ്റ്റ് വീഡിയോ ആണ്. ഇതിൽ ആക്ച്വലി ഞാനും ഗ്രീഷ്മ മിസ്സും ദീപ മിസ്സും ആണ് ഉള്ളത്. ഞങ്ങളിങ്ങനെ കളിച്ച് നോക്കുകയാണ് ശരിയാവോ ഇല്ലേന്നൊക്കെ. എൻ്റെ കയ്യിൽ എന്തോ തട്ടി, അതാണ് പറഞ്ഞത്, പേടിക്കണ്ട. ഇങ്ങനെ ഞങ്ങൾക്ക് തന്നെ കളിക്കുന്നതിനടുത്ത് ചിരിക്കണോ കരയണോ എന്നുള്ള കോമഡി ആയിരുന്നു. ഇതിപ്പോൾ വിത്തൗട്ട് മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ കോമഡി ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടായിരിക്കുക. എന്നാൽ
സോ ഇതിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്, എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഞങ്ങൾ തന്നെ മറന്നുപോയി. അതെ, പഠിക്കുന്നതിൻ്റെ ഇടയിലല്ലേ കേസ്, അപ്പം ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റും. അപ്പം ഞങ്ങളിങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മനമോട് കല്ലുകൾ. അതെ, ഞങ്ങളിങ്ങനെ തിരിയുന്ന അതാ ഞങ്ങൾ കൂട്ടിമുട്ടി. അതെ, ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടുന്നില്ല കളിക്കാൻ. അങ്ങനെയായിരുന്നു. അടുത്ത വീഡിയോസ് ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെയാണ്. ഇതിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഫുള്ള് എല്ലാവരും പഠിച്ചിട്ടില്ല, അതുകൂടി പറയണേ. അതെ, ഞാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ. ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്ന് ചെയ്ത് നോക്കുകയാണ്. ഇതെങ്ങനെയാ കളിക്കുന്നതെന്ന് അറിയുന്നില്ല. ഇടയിലെങ്ങാണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പകുതി നേരം വർത്താനം, പിന്നെ കുറച്ചു നേരം കളി, അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. ഇത് ഞാൻ അവൾക്ക് ഈ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഇതിങ്ങനെ അതങ്ങനെ തിത്താ എന്ന് പറയുന്ന അവസ്ഥയാണ്. അവളാണെങ്കിൽ ഒരേ ഫാസ്റ്റാണ്. ഇങ്ങനെ ഒന്നാക്കുമ്പോഴേക്കും അവൾ 2 ആക്കും. അതുകൊണ്ട് അതെ, ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മേ ബി ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ അതെ, അതെ, ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ കാലൊക്കെ വേദനിച്ചിട്ടാണ് ഗൈസ് ഞാൻ കുടയുന്നത്. ആരും പഠിക്കരുത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചിരിക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എത്ര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഫുള്ള് ഇങ്ങനെ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫുൾ ഫണ്ടൊന്നും ഈ വീഡിയോസിൽ വന്നിട്ടില്ല. ഞങ്ങൾ അത്ര ചിരിച്ചിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട്, അത്ര തവണ ചിരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ചെയ്തത്. ഇത് മറ്റേ ഈ സ്റ്റെപ്പ് ഏതൻ തോട്ടം കണ്ടാ മിസ്സിനെല്ലാം ഓർമ്മയുണ്ട്. എനിക്കാണ് പിന്നെ ഓർമ്മയില്ലാത്ത. അതെ, അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു അത്. ഭയങ്കര ഫാസ്റ്റ് ഇൻ ദ സെൻസ് ഞങ്ങൾക്ക് അത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. സോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതെ കൈ പിടിച്ച് കാണിച്ചു കൊടുക്കും. അതെ, കുട്ടികൾക്ക് ചെറുത് കൈ പിടിച്ച് ഇതാക്കുന്നത് അതെ നീ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതെ, ഏതെൻ തോട്ടം പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മതി, ഇവളുടെ ഒരു കൈ ഇങ്ങനെ വയ്ക്കാൻ പഠിപ്പിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ കൈ ഇവിടെ, എനിക്കിനി ഒരു 4-5 കൈയും കൂടെ വേണം. ഇപ്പോഴും തെറ്റിക്കും. അത് ഇനിയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി 19-ാം തീയതിയാണ് സിസ്റ്ററുടെ ഫീസ്റ്റ്. അപ്പം നമ്മൾ എത്രാം തീയതി ടൂർ പോയത്? 16-ാം തീയതി ഞങ്ങളുടെ സ്റ്റാഫ് ടൂർ ആയിരുന്നു വേളാങ്കണ്ണിയിലേക്ക്. സാറ്റർഡേ അതെ, മൺഡേ രാവിലെയാണ് ഞങ്ങൾ എത്തിയത്. ട്യൂസ്ഡേ ആണ് പരിപാടി. അങ്ങനെയായിരുന്നു. അപ്പോൾ മൺഡേ ടൂർ പോകുന്ന ദിവസം വൈകിട്ടാണ് ഞങ്ങൾ ടൂർ പോയത്. രാത്രിയാണ് ടൂർ പോയത് സ്റ്റാർട്ട് ചെയ്തത്. സാറ്റർഡേ വൈകിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾ വന്ന് പ്രാക്ടീസിന് വന്നു. പൊസിഷൻ എല്ലാം കറക്റ്റായി നമ്മൾ സ്റ്റെപ്സ് എടുത്തു. അതെ, സ്റ്റെപ്സ് ഒക്കെ എടുത്തു. ഞങ്ങളുടെ സ്റ്റെപ്പുകളെല്ലാം ഞങ്ങൾ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ ഞങ്ങൾ കയറി പ്രാക്ടീസ് ചെയ്തിട്ട് അതെ അതെ അപ്പോഴും ഞങ്ങൾ 6 പേരും കൂടെ ഒരു തവണ പോലും കളിച്ച് നോക്കിയിട്ടില്ല. സ്റ്റെപ്പുകളൊക്കെ മെല്ലെ എടുത്ത് വന്നേ ഉള്ളൂ. ഒരു തവണ പോലും മര്യാദയ്ക്ക് കളിച്ച് നോക്ക്, എല്ലാവരും കൂടെ ഒരുമിച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കുക, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹേമമ്മ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിലായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ടൂറ് പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാവരും തെറ്റിക്കുന്നുണ്ടായിരുന്നു, ഒരാൾ മാത്രമൊന്നും അല്ല. ഞങ്ങൾ കുറേ അവിടെ തെറ്റി, ഇപ്പോൾ ഒരാൾ തെറ്റിക്കും, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ തെറ്റിക്കും. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് പറയണ്ടല്ലോ. തെറ്റല്ല, അതെ, ഞങ്ങൾ രണ്ടുപേരും ആ സെൻറ്റർ പൊസിഷനിൽ ഏകദേശം നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പാണെന്ന് പറയാം ഗ്രീഷു എന്നുള്ള ഒരു ലെവലിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റിക്കുന്നവിടെ ഇവിടെ തെറ്റിക്കില്ല, അവൾ തെറ്റിക്കുന്നവിടെ ഞാൻ തെറ്റിക്കില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ഞങ്ങൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തു. ആ ദിവസം എന്തോ ഭാഗ്യത്തിന് നമ്മൾ തെറ്റിച്ചില്ല, സ്റ്റേജിൽ കയറി തെറ്റിച്ചില്ല. അതെ, അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി. അപ്പോൾ ആ ദിവസത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. പിന്നീട് അതെ, എങ്ങനെ വെക്കേണ്ടത് ഇങ്ങനെ വെച്ചു, അത് സാരമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനേക്കാളും കോമഡി എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും കാലി കൊണ്ടു കഴിഞ്ഞ് ഞാൻ തീരുമാനമായില്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും ബോധനില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല മൊട്ടസൂചിയുള്ള കാര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്.
മുട്ടുസൂചി നോക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രീഷ്മ എന്നൊക്കെ. സാരമില്ല, അവൾ അപ്പോഴും മുട്ടുസൂചി നോക്കണേ. അപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞാന്ന് തോന്നുന്നു മുട്ടുസൂചി ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ അത് അതിൻ്റെ ഇടയിൽ കൂടെ മുട്ടുസൂചി നോക്കിയത്. ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നിട്ടുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ സ്റ്റെപ്പ് പഠിക്കണം എന്നാണ് ദമയന്തി മിസ്സിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ബാക്കി 4 പേരും അഡ്ജസ്റ്റ് ചെയ്ത് വെറുതെ നിന്നു. കിട്ടിയില്ല. അല്ല, അത് സമയമില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് പഠിച്ചെടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ആ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ നിന്നോളാം എന്ന് പറഞ്ഞു. അതെ, എന്നിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ആക്ച്വലി കറക്റ്റല്ല, നമ്മൾ എന്തെങ്കിലും പിൻ ചെയ്ത് വെച്ച് എന്നെ മുട്ടിച്ച് താഴെ ഇറങ്ങിപ്പോയതായിരിക്കും, അല്ലാതെ വേറൊന്നും ആയിരിക്കില്ല. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ടൂർ പോയി വന്നിട്ട്, അതായത് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ടൂർ പോയി എത്തിയിട്ട് ആ ദിവസം ആക്ച്വലി ഭയങ്കര ടയർഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മൊത്തം പോയി വന്നതിൻ്റെ ക്ഷീണം, ഉറങ്ങാത്തതിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുൾ ടയർഡായിരുന്നു. എന്നാലും ആ ദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ 6 പേരും കൂടെ അതെ, ഒരു സംഭവത്തിൽ ഞങ്ങൾ 6 പേരും കൂടെ വരുന്നത് തന്നെ അന്നാണ്. ഞങ്ങൾ സ്റ്റേജിൽ അതെ, അന്ന് ഞങ്ങൾ സ്റ്റുഡൻസിന് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാവരും ഒരുമാതിരി ഉറക്കത്തിലാണ് കളിക്കുന്നത്. വയ്യ, അത്രയും വയ്യ, അങ്ങനെയാണ് ഞങ്ങൾ കളിക്കുന്നത് തന്നെ. ഭയങ്കര ഡള്ളായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു, എല്ലാവരും ടയേർഡായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നാണ് ആക്ച്വലി ഞങ്ങൾ 6 പേരും കൂടെ കളിക്കുന്നത് തന്നെ. സോ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ പൊസിഷൻ നോക്കി കറക്റ്റായിട്ടാണോ നിൽക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നോക്കി. ആക്ച്വലി ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നത് ഫീസ്റ്റിൻ്റെ ഡെക്കറേഷനാണ്. തലേദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സാധനമാണ് നിങ്ങൾക്ക് സ്റ്റേജിൽ കാണുന്നത്. ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്റ്റാർട്ട് ചെയ്ത ഡെക്കറേഷൻസ് ആണ് ഈ കാണുന്നത്. എല്ലാവരുടെയും മുഖം പനി പിടിച്ച് എണീറ്റ് വന്ന മാതിരി ഉണ്ട്. ബിക്കോസ് ടയേർഡാണ്. അതെ, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കൂ എന്ന് പറയുമ്പോൾ ചിരിക്കുന്നതാണ്. ആക്ച്വലി ചിരിക്കാൻ പോലും വയ്യായിരുന്നു, മൊത്തത്തിൽ ടയേർഡായിട്ട്. എന്നിട്ടും ഇവരാണ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ മുമ്പിൽ പോയി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടും. അതിനു വേണ്ടി ആക്ച്വലി കുട്ടികളുടെ ഫ്രണ്ടിൽ ആദ്യമായിട്ടാണ് ഇവിടെ ടീച്ചേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ പെർഫോമൻസ്, അതും സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും കുറച്ചുകൂടെ വൃത്തിക്ക് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഞങ്ങൾ ഒരു കൊല്ലം ട്രോളാനുള്ളത് ഞങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്ന പോലെ ആവുമല്ലോ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ നല്ല 6 ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നത് നീറ്റായിട്ട് വളരെ ചെറിയ ഡാൻസാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഭയങ്കര ചെറുത്. അതെ, 4 മിനിറ്റ് 46 സെക്കൻഡ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആക്ച്വലി ഈ പഠിക്കുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും എന്തിനീ സ്റ്റെപ്പ്, ഇത് വേണ്ട, ഇതിനേക്കാൾ ചെറുത്. അതെ, കളി കളിച്ചിട്ടത് വരെ Ready, 1, 2, 3, start. Audience Serious.
ഞങ്ങൾ ചെയ്ത ചെറിയൊരു ഡാൻസ് പെർഫോമൻസിൻ്റെ കുറച്ച് മെമ്മറീസ് ആയിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസ് ഞങ്ങൾ തന്നെ ഒന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു ചെറിയ സെഗ്മെൻ്റാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ ഒപ്പം ചേർന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾക്കിത് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.